നമസ്കാരം സുഹൃത്തുക്കളെ. പ്രൈമോഡിയൽ വാർ എന്ന ഈ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എപ്പിസോഡ് 1. വർഷം 2360. മനുഷ്യർ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു അധ്യായം. 2115 ലോകയുദ്ധം. അതൊടുങ്ങിയത് ന്യൂക്ലിയർ വാറിൽ. അതൊടുക്കിയത് കോടിക്കണക്കിന് ജീവനുകൾ. ഒരൊറ്റ ദിവസം കൊണ്ട് മനുഷ്യരാശിയുടെ ഭാവി ഒരു ചോദ്യചിഹ്നമായി മാറി. 2115 മുതൽ മുന്നോട്ട് ഭൂമിയിലെ ഭൂരിഭാഗം സ്ഥലങ്ങളും മനുഷ്യർക്ക് വാസയോഗ്യമല്ലാതായി. എങ്ങും എവിടെയും റേഡിയേഷൻസ്, അതിൻ്റെ സൈഡ് എഫക്ട്സ്. യുദ്ധത്തിന് ശേഷം ഭൂമിയിൽ അതിർത്തികളില്ല, ശക്തരില്ല, എല്ലാവരും സമം. ഭാവിയെക്കുറിച്ച് ചിന്തിച്ചുള്ള ആവലാതികൾ മാത്രം. 2115 തൊട്ട് മനുഷ്യർ തങ്ങൾക്ക് പാർക്കാൻ അനുയോജ്യമായ ഇടം തേടിയുള്ള അലച്ചിലായിരുന്നു. ചില ഗവേഷകർ ടൈം മെഷീനിന് പുറകെ, ചെയ്ത തെറ്റുകൾ തിരുത്താനുള്ള അവസരം തേടി. എന്നാൽ മറ്റു ചിലർ അന്യഗ്രഹങ്ങൾ പാർക്കാനുള്ള റിസർച്ചുമായി മുന്നോട്ട് നീങ്ങി. ഒടുവിൽ റിസർച്ചേഴ്സിൻ്റെ ആശ്രാന്ത പരിശ്രമം കൊണ്ട് മാർസിൽ നാം നിലയുറപ്പിച്ചു. നമുക്കറിയാവുന്ന, നമുക്ക് കാണാൻ കഴിയുന്ന ഇടങ്ങളിൽ മാത്രം. ചുമന്ന മണ്ണ്, നേർത്ത അന്തരീക്ഷം, കടും തണുപ്പ്, അതിനുമധ്യേ ഒരു ട്രാൻസ്പെറൻറ്റ് ഡോം, ആർട്ടിഫിഷ്യൽ അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്ത് മനുഷ്യർക്ക് വാസയോഗ്യമാക്കി മനുഷ്യർ സൃഷ്ടിച്ച മാർസിലെ ഭൂമി. ദ ന്യൂ ഡോൺ. അവരതിനെ വിളിച്ചിരുന്നത് ന്യൂ ഡോൺ എന്നായിരുന്നു. പക്ഷെ ആർക്കും വിവരിക്കാൻ കഴിയാത്ത ഒരു അനിശ്ചിതത്വം, ഒരു ഭയം, ഒരു ദുരൂഹത, ഒരു ശൂന്യത അവിടെ എമ്പാടുമുണ്ടായിരുന്നു. ഡോമിൻ്റെ ഈസ്റ്റേൺ കൊറിഡോറിലൂടെ ഒരു മെയിൻ്റനൻസ് ടൂൾ കിറ്റ് ഒരു കയ്യിൽ പിടിച്ചുകൊണ്ട് സുമുഖനായ ഒരു ചെറുപ്പക്കാരൻ നടന്നു പോവുകയാണ്. ലൂഷ്യൻ ക്രോസ്. ഒരു എഞ്ചിനീയർ, മെക്കാനിക്, ടെക്നീഷ്യൻ, എങ്ങനെ വേണമെങ്കിലും അയാളെ നമുക്ക് സംബോധന ചെയ്യാം. ഈ റെഡ് പ്ലാനറ്റിനേക്കാൾ വലിയ ഒരു ഡെസ്റ്റിനി അവനെ കാത്തിരിക്കുന്നു. റിയാക്ടർ ബേ 7 മുന്നിലെത്തിയ ലൂഷ്യൻ ആ കൺട്രോൾ പാനൽ വീക്ഷിക്കുകയാണ്. ഓക്സിജൻ സൈക്കിൾ സ്റ്റേബിൾ, പ്രഷർ നോർമൽ, അറ്റ്മോസ്ഫിയർ ഇൻറ്റഗ്രിറ്റി നോർമൽ. പക്ഷേ ഓവറോൾ ഗ്രാഫിൽ എന്താണ് ഈ സ്പൈക്ക്? ഗ്രാഫ് ഹാർട്ട് ബീറ്റ് പോലെ ചാടി. 1, 2, 3, പിന്നെ കാം. നെറ്റ് ചുരിച്ച് ലൂഷ്യൻ തന്നോടായി പറഞ്ഞു, മാഴ്സല്ലേ, 3 സ്പൈക്കല്ല 30,000 കണ്ടാലും തെറ്റില്ല. സ്വന്തമായി ആശ്വസിപ്പിച്ചു കക്ഷി ബേസ് 7 ഡോർ ഓപ്പൺ ചെയ്ത് അകത്തേക്ക് നടന്നു. റൂമിനുള്ളിൽ ഹം സൗണ്ട് മാത്രം. റിയാക്ടറിൻ്റെ നീലക്കോറിൽ നിന്നുമുള്ള വെളിച്ചം ആ റൂം എമ്പാടും പരന്നു കിടക്കുന്നുണ്ട്. റൂം നിറയെ പൈപ്പ് ലൈൻ, കേബിളുകൾ, ഡയഗ്നോസ്റ്റിക് പാനലുകൾ, എന്നാൽ എമ്പാടും നിശബ്ദത. ഡയഗ്നോസ്റ്റിക് പാനൽ ക്രോസ് വെരിഫൈ ചെയ്തുകൊണ്ടിരുന്ന ലൂഷ്യൻ പരിസരം ഒന്ന് വെറുതെ വീക്ഷിച്ചതാണ്. അപ്പോഴാണ് സെക്കൻഡ് ലെവലിലെ ഗാങ്വേയിൽ പെട്ടെന്ന് ഒരു നിഴൽ നീങ്ങുന്നതായി തോന്നിയത്. ഒരു മനുഷ്യൻ്റെ രൂപത്തിന് സാമ്യം. രൂപം പെട്ടെന്ന് മിന്നിമാറുന്നെങ്കിലും അത് ഒരു മനുഷ്യൻ്റെ ഷേപ്പായിരുന്നു എന്ന് തീർച്ച. ലൂഷ്യൻ എന്നാൽ ഉച്ചയൊന്നും കേട്ടിട്ടുമില്ല താനും. പെട്ടെന്ന് തന്നെ ലൂഷ്യൻ പാനിലേക്ക് നോക്കി. ഡോർ ലോക്ക് ചെയ്തിട്ടുണ്ട്. മോഷൻ സെൻസേഴ്സ് ഒന്നും ട്രിഗർ ചെയ്തിട്ടില്ല. ലൂഷ്യൻ മെല്ലെ മുന്നോട്ട് ഒരു ചുവടെടുത്തു. കുറച്ച് ഉച്ചത്തിൽ ചോദിച്ചു, ഹലോ, എനിബഡി ദേ? ആരാവിടെ? നോ റെസ്പോൺസ്. റിയാക്ടറിൻ്റെ ഹം സൗണ്ട് മാത്രമായിരുന്നു ആ ചോദ്യത്തിന് ഉത്തരം നൽകിയത്. തിരിഞ്ഞു കൺട്രോൾ പാനിലേക്ക് നടക്കാൻ ശ്രമിച്ച ലൂഷ്യൻ പെട്ടെന്ന് വായുവിൽ ഒരു കോൾഡ് വൈബ്രേഷൻ ഫീൽ ചെയ്തു. സൂക്ഷ്മവും എന്നാൽ ശക്തവുമായ ഒരു ഇൻറ്റേർണൽ വൈബ്രേഷൻ. ആ വൈബ്രേഷൻ ലൂഷ്യൻ്റെ നെഞ്ച് തുളച്ചകത്തേക്ക് പ്രവേശിക്കുന്നത് പോലെ തോന്നി. അത് പെട്ടെന്ന് പടർന്ന് തലച്ചോറിലോട്ടു. ലൂഷ്യൻ ആ വൈബ്രേഷൻ തന്നോട് എന്തോ പറയുന്നത് പോലെ ഫീൽ ചെയ്തു. അതിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ച ലൂഷ്യൻ കേട്ടത് ക്രോസ് 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 എന്ന ശബ്ദമാണ്. ലൂഷ്യൻ്റെ നട്ടല് മുതൽ തലവരെ വരയ്ക്കാൻ തുടങ്ങി. കംപ്ലീറ്റ് ഫ്രീസ്. കയ്യിലെ ഹെൽത്ത് മോണിറ്റർ വാച്ചിൽ ഹാർട്ട് റേറ്റ് സ്പൈക്ക് ചെയ്തതായി ഡിസ്പ്ലേ കാണിച്ചു. പരിഭ്രാന്തനായ ലൂഷ്യൻ എന്താ ഇത് എന്ന് ഉച്ചത്തിൽ തന്നെ ചോദിച്ചു. പെട്ടെന്ന് ലൂഷ്യനെ വിറപ്പിച്ചുകൊണ്ട് ഇടുപ്പിൽ ഹുക്ക് ചെയ്ത വാക്കി ടോക്കി പ്രവർത്തിച്ചു. ലൂഷ്യൻ, ലൂഷ്യൻ, ബേസ് 7 അനോമലി ഡിറ്റക്ട് ചെയ്തിട്ടുണ്ട്. ഐ ഓക്കെ? ചോദ്യം ചോദിച്ചത് ഇലാറ ക്വിൻ, ന്യൂ ഡോണിലെ സയൻറ്റിസ്റ്റ് അല്ലെങ്കിൽ റിസർച്ചർ. അമ്പറിൽ നിൽക്കുന്ന ലൂഷ്യൻ ഉത്തരം പറയണമെന്നുണ്ട്. എന്നാൽ സംഭവിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ഓർത്തുള്ള
അന്താളിപ്പ് ലൂഷ്യൻ എലാറയോടായി പറഞ്ഞു, ഇലാറ, എനിക്കൊന്നൊന്നായി എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല, പക്ഷേ ഇവിടെ എന്തോ എന്ന് പറഞ്ഞു തീർന്നില്ല. അതിനു മുമ്പ് ബേസ്മെൻ്റെ ഡോറ് തുറന്ന് ഇലാറ അകത്തേക്ക് കയറി വന്നു. ലാബ് കോട്ട്, കെട്ടിയിട്ട മുടി, തീക്ഷ്ണമായ നോട്ടം. അന്താളിച്ച് നിൽക്കുന്ന ലൂഷ്യനെ കണ്ടായി ഇലാറ ചോദിച്ചു, നീ എന്താ പന്തം കണ്ട പെരിച്ചാഴിയെ പോലെ നോക്കിയിരിക്കുന്നേ? യു ലുക്ക് പെയിൽ, ഒരു വിളറിയ ലുക്ക്. ആർ യു ഓക്കെ? എന്താ സംഭവിച്ചേ? ലൂഷ്യൻ റിയാക്ടറിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട്, ഇലാറ, ഇവിടെ ആരും ഉണ്ടായിരുന്നു. ഇത് കേട്ട ഇലാറ, എന്താ ലൂഷ്യൻ ഈ പറയുന്നത്? ഇതൊരു കൺട്രോൾഡ് ഏരിയ ആണ്. ഇവിടെ വരുന്നതിന് മുന്നേ ഞാൻ ഡോർ ലോക്ക്, മോഷൻ സെൻസർ എല്ലാം ചെക്ക് ചെയ്തു. നോ എൻട്രി, നോ എക്സിറ്റ്. അങ്ങനൊരു സാധ്യതയില്ല. ലൂഷ്യൻ അവളോടായി പറഞ്ഞു, അത് ഞാനും ചെക്ക് ചെയ്തതാണ്. എനിക്ക് ഉറപ്പാണ്. ഞാൻ കണ്ടതാണ്, ഞാൻ അനുഭവിച്ചതാണ്. ലൂഷ്യനോടായി ഇലാറ പറഞ്ഞു, ലൂഷ്യൻ, ഇത് മാർസ് അല്ലേ? ഇവിടുത്തെ അറ്റ്മോസ്ഫിയർ, ഇവിടുത്തെ വർക്ക് പ്രഷർ, ഇതെല്ലാം നമുക്ക് കാണാത്ത കാര്യങ്ങൾ കണ്ടതായി തോന്നിപ്പിക്കാറുണ്ട്. പലരും അങ്ങനെ റിപ്പോർട്ടും ചെയ്തിട്ടുണ്ട്. ലൂഷ്യൻ തലവലിക്കൊണ്ട്, നിങ്ങൾ എനിക്ക് ഭ്രാന്താണെന്നാണ് ഉദ്ദേശിക്കുന്നത്? എനിക്ക് ഭ്രാന്തൊന്നുമില്ല. ഞാൻ കണ്ടത് പറഞ്ഞു. വിശ്വസിക്കാമെങ്കിൽ വിശ്വസിക്കാം. ലൂഷ്യൻ, കുറച്ച് നാളായി നിന്നോട് എനിക്കൊരു കാര്യം ചോദിക്കണമെന്നുണ്ട്. നിനക്കെന്തോ മാറ്റമുണ്ടെന്നതുപോലെ എനിക്ക് കുറച്ച് നാളായി തോന്നി. ലൂഷ്യൻ അവളെ ഒരു നിമിഷം നോക്കി. മനസ്സിനുള്ളിൽ പെട്ടെന്നൊരു ഭയം, പെട്ടെന്നൊരു കൺഫ്യൂഷൻ, മിക്സ്ഡ് ഇമോഷൻസ്. മനസ്സിനുള്ളിലായി ലൂഷ്യൻ പറഞ്ഞു, അതെ, സംതിങ് ഈസ് ചേഞ്ചിങ്. മറ്റൊരിടത്ത്, എർത്തല്ല, മാർസല്ല, ഡാർക്ക് യൂണിവേഴ്സ്, ലൈറ്റ് ഇല്ലാത്തൊരു എൻഡ്ലെസ് വേൾഡ്, ഇരുട്ടിൻ്റെ അതിർത്തികളില്ലാത്ത രാജ്യം. അവിടെ ഒരു ബ്ലാക്ക് സ്റ്റോൺ ത്രോണിൽ, കരിങ്കല്ലിൽ പണിഞ്ഞ കറുത്ത സിംഹാസനത്തിൽ, നട്ടല് നിവർത്തി തൻ്റെ ജനറലുകളെ നോക്കിയിരിക്കുന്ന ഒരു മനുഷ്യൻ. 3 നൂറ്റാണ്ട് പ്രായം ഉള്ള മനുഷ്യൻ. പക്ഷേ മുഖത്ത് സമയത്തിൻ്റെതായ ഒരു ക്ഷീണവുമില്ല. കയ്യിൽ ഒടിഞ്ഞ ഒരു വാള്. അദ്ദേഹത്തെ നോക്കിക്കൊണ്ട് അംബ്ര വാരിയേഴ്സ് സൈലൻ്റായി നിൽക്കുന്നു. അംബ്ര വാരിയേഴ്സിൻ്റെ തലവനാണ് അദ്ദേഹം, ആൽഡ്രിക് വോയ്ഡ് ബോൺ. അദ്ദേഹത്തിൻ്റെ അടുത്ത് കറുത്ത ഒരു പോർട്ടൽ. ആ കറുത്ത പ്രതലത്തിൽ പാനലുകൾ നോക്കി റിയാക്ടറുകളെ വീക്ഷിക്കുന്ന ലൂഷ്യൻ്റെ മുഖം. ആൽഡ്രിക് മന്ദഹാസിച്ചു. അറ്റ് ലാസ്റ്റ് ദ ബോയ് അവേക്കൻസ്. അവൻ ഉണർന്നു. അത് കേട്ട അംബ്ര ജനറൽ മുന്നോട്ട് നീങ്ങി. മാസ്റ്റർ, അറ്റാക്ക് ചെയ്യട്ടെ? ആൽഡ്രിക് തൻ്റെ കൈപൊക്കി. നോ, ഹി മസ്റ്റ് ഗ്രോ. ബ്രേക്ക് ഹിം നൗ ആൻഡ് ഹി വിൽ നെവർ റീച്ച് മീ. വേണ്ട, അവൻ വളരട്ടെ. അവനെ ഇപ്പോൾ തകർക്കണ്ട. അവനെ ഇപ്പോൾ തകർത്താൽ അവൻ എന്നെ ഒരിക്കലും നേരിടില്ല. അതല്ല അവൻ്റെയോ എൻ്റെയോ നിയോഗം. അയാളുടെ ശബ്ദം അല്പമിടറി. ശൂന്യതയിലേക്ക് നോക്കി അയാൾ പറഞ്ഞു, ലൈറ, ഇത് ഞാൻ തിരഞ്ഞെടുത്ത മാർഗമല്ല. പക്ഷേ ഈ പാതയിൽ നിന്നും ഇനി എനിക്കൊരിക്കലും പിന്തിരിയാനും കഴിയില്ല. തിരികെ മാർസിൽ, ലൂസിയനും ഇലാറയും കൊറിഡോറിൽ കൂടി നടക്കുകയാണ്. അവൾ ശാന്തമായി ലൂസിയനോട് ചോദിച്ചു, നീ കണ്ടത് ഭ്രമമല്ലെന്ന് നിനക്കുറപ്പാണോ? റിയാക്ടറിൻ്റെ ദിശയിലേക്ക് നോക്കി ലൂസിയൻ അവളോട് പറഞ്ഞു, ഇലാറ, ഈ ഡോമിൽ ആർക്കും മനസ്സിലാക്കാൻ പറ്റാത്തതും ആർക്കും കാണാൻ പറ്റാത്തതുമായ ഒരു സ്ട്രേഞ്ച് പ്രസൻസ് ഉണ്ട്. പലതവണ ഞാനത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. ആ എക്സ്പീരിയൻസ് പലരോടും ഞാൻ ഷെയർ ചെയ്തപ്പോൾ അവർക്കതുമായി റിലേറ്റ് ചെയ്യാനേ പറ്റുന്നില്ല. ഇന്നത്തെ ഇൻസിഡൻറ്റോട് കൂടി നമുക്കൊന്നും മനസ്സിലാക്കാം. ഇത് എനിക്ക് മാത്രം സംഭവിക്കുന്നതാണ്, എനിക്ക് മാത്രം ഫീൽ ചെയ്യുന്നതാണ്. ലൂഷ്യൻ, നിൻ്റെ കംഫർട്ടിനോ കൺവീനിയൻസിനോ വേണ്ടിയല്ല ഞാനിത് പറയുന്നത്. നിനക്കുള്ള എല്ലാ തോന്നലുകളിൽ നിന്നും ഒന്ന് നിനക്ക് എന്നേക്കുമായി മറക്കാം. നീ ഒറ്റയ്ക്കാണെന്ന തോന്നൽ. ഇളയരുടെ മുഖത്തേക്ക് നിശബ്ദനായ ലൂഷ്യൻ നോക്കി നിന്നു. ഈ സംഭാഷണം അവിടെ അരങ്ങേറുമ്പോൾ ഇരുവരും അറിയാതെ ഒരു മൈക്രോസ്കോപ്പിക് ബ്ലാക്ക് പാർട്ടിക്കിൾ ലൂഷ്യൻ്റെ പിൻകഴുത്തിലൂടെ അവൻ്റെ ശരീരത്തിൽ പ്രവേശിച്ചു. കൃത്യം സ്പൈനൽ കോഡിൽ. മുമ്പുണ്ടായിരുന്ന പോലെ അതേ വിറയൽ, അതേ താളം, അതേ ഇൻറ്റേർണൽ വൈബ്രേഷൻ. അവൻ്റെ ഉള്ളിൽ ആ ശബ്ദം അലയടിച്ചു. ലൂഷ്യൻ ക്രോസ്, നിന്റെ പേര് കേട്ട് 6 ലോകവും ഉണരുന്നു. അംബ്രയുടെ ഇരുട്ട് ചലിക്കാൻ ആരംഭിക്കുന്നു. ആൽഡ്രിക് ഉയർത്തെഴുന്നേൽക്കുന്നു.
ഇതുവരെ മാനവരാശി കണ്ടിട്ടില്ലാത്ത ഒരു യുദ്ധം ഇതാ ആരംഭിക്കുന്നു. ദി പ്രൈമോഡിയൽ വാർ ബിഗിൻസ്. സുഹൃത്തുക്കളെ, എപ്പിസോഡ് 1 നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് രൂപേണ എന്നെ അറിയിക്കുക. തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ ദയവായി ക്ഷമിക്കുക. ഇതെൻ്റെ ആദ്യത്തെ സംരംഭമാണ്. കഥ പറയാനുള്ള ആഗ്രഹം കൊണ്ടും ഇങ്ങനത്തെ കഥകളോട് നല്ല താല്പര്യമുണ്ടായതുകൊണ്ടുമാണ് ഇങ്ങനെ ഒരു ചാനൽ ആരംഭിച്ചത്. ദയവ് ചെയ്ത് നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക. കഥ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ തരുന്ന സപ്പോർട്ടാണ് കൂടുതൽ കഥകൾ പറയാൻ എനിക്കൊരു പ്രചോദനമാകുക. നന്ദി.